Dear students, we are today beginning a new chapter, Admission of Partners. We have already gone through the second chapter concerning the basic concepts of partnership. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അക്കൗണ്ട്സുകൾ, പ്രിപ്പയർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അക്കൗണ്ട്സുകൾ, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് മെത്തേഡിൽ, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിച്ചു, എങ്ങനെയൊക്കെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ വിവിധ പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്നു, അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന ഒരു കൺസെപ്റ്റ് പഠിക്കണം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഓർ പാർട്ട്ണർഷിപ്പ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിലെ ടേം തന്നെ പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. ഇപ്പോൾ ഒരു എഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ്. ഈ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? ഒരു മുദ്രപത്രത്തിൽ നമ്മൾ എഴുതി ഒപ്പിടുന്ന ഒരു എഗ്രിമെൻറ്റ്, അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്ക് ആ മുദ്രപത്രത്തിൽ തിരുത്തി എഴുതാൻ കഴിയില്ല. സോ ഓൾഡ് എഗ്രിമെൻറ്റ് ഈസ് ക്യാൻസൽഡ് ദെയർ ആൻഡ് എ ന്യൂ എഗ്രിമെൻറ്റ് കംസ് ഇൻ ടു ബീയിങ്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു പാർട്ട്ണർഷിപ്പിലും സംഭവിക്കുക. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ എന്ത് മാറ്റം വന്നാലും ദാറ്റ് വിൽ ലീഡ് ടു ദ ക്ലോഷർ ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ആൻഡ് എ ന്യൂ പാർട്ട്ണർഷിപ്പ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി എഗ്രിമെൻറ്റ്, ദി ഓൾഡ് പാർട്ട്ണർഷിപ്പ് സീസ് ടു എക്സിസ്റ്റ് ആൻഡ് എ ന്യൂ പാർട്ട്ണർഷിപ്പ് കംസ് ഇൻ ടു ബീയിങ്. ദിസ് ഈസ് കോൾഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി എങ്ങനെയൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ എഗ്രിമെൻറ്റ് ചേഞ്ച് ആകുമോ ആ രീതിയിലൊക്കെ പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, ഒന്നാമത് വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ്, പാർട്ട്ണർഷിപ്പ് വിൽ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ദ പാർട്ട്ണർഷിപ്പ് വിൽ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. സെക്കൻഡ്, when there is a change in the profit sharing ratio, there is no admission of a new partner or retirement of a partner, but there is a change in the profit sharing ratio among the partners. Here also the agreement will change and lead to reconstitution of partnership. Then third situation is retirement of a partner. Due to old age or some other reasons, partners may retire from the firm. Such retirement also leads to reconstitution of partnership. And the last one, death of a partner lead to reconstitution of partnership. Okay, these are the situations in which a partnership is reconstituted. Next, we can see in detail admission of a partner. When a firm, നമ്മളെപ്പോഴാണ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വരുമ്പോൾ, ഒന്നുകിൽ അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത് അഡീഷണൽ ക്യാപിറ്റലിന് വേണ്ടി ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ക്യാപിറ്റൽ അല്ല, ഒരു സ്കിൽഡ് പേഴ്സൺസ്, ഒരു മാനേജർ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരു പേഴ്സണെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പാർട്ട്ണർഷിപ്പിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാം. Okay, when a firm needs additional capital or managerial help for the expansion of its business, a new partner may be admitted. So according to the Partnership Act 1932, a new partner can be admitted into the firm with the consent of all existing partners. ആരും അറിയാതെ ഒരാളെ രഹസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിലവിലുള്ള എല്ലാ പാർട്ട്നേഴ്സും അറിഞ്ഞ് അംഗീകരിച്ചായിരിക്കണം പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നത്. Okay, and with the admission of partnership, the old partnership will be reconstituted. The partnership will be reconstituted.
So a new agreement is entered into to carry on the business. Okay. ഇപ്പോൾ ഒരു ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ ഒരു ബിസിനസ്സിൽ രണ്ട് തരത്തിലുള്ള റൈറ്റ്സ് ഒരു ബിസിനസ്സിൽ കിട്ടുന്നുണ്ട്. ഒന്നാമത് ദേ ഗെറ്റ് എ റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് കിട്ടും. രണ്ടാമത് ദേ ഗെറ്റ് എ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ ഉള്ള റൈറ്റ് കിട്ടും. ഈ രണ്ട് റൈറ്റും അവർക്ക് ഫ്രീ ആയിട്ടല്ല കിട്ടുന്നത്. ഇപ്പോൾ അസറ്റിൻ്റെ ഷെയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അസറ്റിൻ്റെ ഷെയറും അതുപോലെ പ്രോഫിറ്റിൻ്റെ ഷെയറും കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ടു ദി ഫേം. ഓക്കെ, ഫോർ ദ റൈറ്റ് ടു ഷെയർ അസറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം, ദ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് an agreed amount of capital. Okay, they have to bring an amount of capital in proportion to the share of asset and share of profit. സപ്പോസ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫേമാണ്, കുറേ വർഷങ്ങളായിട്ട് രണ്ട് പാർട്ട്നേഴ്സ് എയും ബിയും കൂടി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഫേമാണ്. ആദ്യ കാലഘട്ടത്തിൽ വലിയ ലാഭമില്ലായിരുന്നു. തുടർന്ന് വന്ന വർഷങ്ങളിൽ വലിയ ലാഭത്തിലേക്ക് ആ ബിസിനസ് കൊണ്ടുവന്നു. അപ്പോൾ ആ ലാഭത്തിൽ ഇപ്പോൾ നിലവിൽ ആ ബിസിനസ് നല്ല ലാഭത്തിലാണ്. ഈ സമയത്ത് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഇപ്പോഴത്തെ ആ ബിസിനസ്സിൻ്റെ ഇത്രയും ലാഭക്ഷമത അത് കൈവരിക്കാൻ കഴിഞ്ഞത് ആ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രയത്നം കൊണ്ടാണ്. സോ ന്യൂ പാർട്ട്ണർ വിൽ ബി ബെനിഫിറ്റഡ് ഫ്രം സച്ച് എഫേർട്സ് ഓഫ് ദി ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയതായിട്ട് വരുന്ന പാർട്ട്ണർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. സോ ദിസ് ന്യൂ പാർട്ട്ണർ ഈസ് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് സം അഡീഷണൽ എമൗണ്ട് ഫോർ getting this extra profit. This additional amount is known as premium or goodwill. ഇതിന് നമ്മൾ പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയും. എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി ഏൺ ചെയ്യുന്നതിന് ഒരു ന്യൂ പാർട്ട്ണർ കൊടുക്കേണ്ട കോമ്പൻസേഷനാണ് പ്രീമിയം അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ് ഇൻ ദിസ് ചാപ്റ്റർ. ഒന്നാമത്തേത്, ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഒന്ന്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം അതാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തേത്, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരും. മൂന്നാമത്തേത്, വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. ഗുഡ്വിൽ എന്തിനാണെന്ന് പറഞ്ഞു. എന്തിനാണ്? എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത്തരം ബിസിനസ്സുകൾക്ക് ന്യൂ പാർട്ട്ണർ പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില്ല് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫോർ ഗെറ്റിംഗ് ദി എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി. ദെൻ നെക്സ്റ്റ്, ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. അസറ്റ്സ് ഒക്കെ റീവാല്യൂ ചെയ്യണം, ലയബിലിറ്റീസ് റീഅസസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നിങ്ങൾ ഈ വർഷം പഠിക്കേണ്ടത്. കൊറോണ ആയതുകൊണ്ട് ആറാമത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അത് നമുക്ക് തിയറി ഒന്നും പറയാനില്ല, നേരെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു തന്നെ പഠിക്കാം. വ്യത്യസ്ത തലത്തിൽ നമ്മളുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതിൽ ആദ്യത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റഡ് സുമിത് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇവിടെ നോക്കുക, ഓൾഡ് റേഷ്യോ എനിക്ക് എഴുതുന്നില്ല, നിങ്ങളത് എഴുതണം. ഓൾഡ് റേഷ്യോ 3:2 ആണ്. സുമിത് ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ. ഓക്കെ, 3:2 ഓൾഡ് റേഷ്യോ 3:2 ആണ്. സുമിത് ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഉള്ള സൗകര്യത്തിൽ ചെയ്ത് നോക്കാം. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ബോർഡേ ചെയ്യാം, ഇവിടെ അത് പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ റിമൈനിങ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഭംഗിയൊക്കെ കുറവാകട്ടോ. റിമൈനിങ് ഷെയർ റിമൈനിങ് ഷെയർ ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ പാഠത്തിൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചിരുന്നു, 1 മൈനസ് 1 ബൈ ന്യൂ പാർട്ട്ണറുടെ ഷെയർ. 1 മൈനസ് 1/5 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 5 മൈനസ് ഈ ചിഹ്നം ഇടുക, 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ ഛേദം
5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 മൈനസ് 1 4 ആണ്. 4/5 ഇതാണ് റിമൈനിങ് ഷെയർ. ഈ റിമൈനിങ് ഷെയറിനെ ഈ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അനിലിൻ്റെ ഷെയർ ഈസ് ഈക്വൽ ടു റിമൈനിങ് ഷെയർ 4/5 ആണ്. 4/5 ഇൻറ്റു 3:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പം മുകളിൽ 3 ഡിവൈഡ് ബൈ 3 2 5. ഓക്കെ, ഈസ് ഈക്വൽ ടു 4 3 12 ഡിവൈഡഡ് ബൈ 5 5 25. 12/25. ഓക്കെ, ഒന്നാമത്തെ ആളുടെ കിട്ടി. 12/25 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളുടെ 2 ആണ് ഷെയർ. റിമൈനിങ് ഷെയർ 4/5 ആണ്. അനിൽ ആൻഡ് വിശാൽ. അപ്പോൾ വിശാലിൻ്റെ ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു റിമൈനിങ് ഷെയർ 4/5 ഇൻറ്റു വിശാലിൻ്റെ ഷെയർ 2/5 ഈസ് ഈക്വൽ ടു 4 2 8 ഡിവൈഡഡ് ബൈ 5 5 25. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളുടെ എത്രയായിരുന്നു? 12/25. രണ്ടാമത്തെ ആളുടെ 8/25. മൂന്നാമത്തെ ആളുടെ 1/5, അല്ലെങ്കിൽ അത് നമുക്ക് മാറ്റി എഴുതാം. എത്രയാണ്? 1നെയും 5നെയും ഛേദം തുല്യമാക്കുക, ഇൻറ്റു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5/25 എന്ന് വരും. ഓക്കെ, 5/25 എല്ലാം ഛേദം തുല്യമാക്കണം. ആദ്യം നിങ്ങൾ ഛേദമെല്ലാം തുല്യമാക്കണം. ഇവിടെ 25നെ 5 ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ അത് നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 5നെ 25 വെക്കാം. 5 × 5 25, 1 × 5 5. അപ്പോൾ റേഷ്യോ കിട്ടുന്ന എത്രയാണ്? 12:8:5 ആണ് ന്യൂ റേഷ്യോ. 12:8:5. ദിസ് ഈസ് ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. ഒന്നുകൂടി കണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട. ഈ മൗസ് വെച്ച് എഴുതുമ്പോൾ ഇത്രയൊക്കെ പറ്റൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി പഠിക്കുക. ഇതേപോലെ മറ്റു ക്വസ്റ്റ്യൻസ് തരാം, അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.